ഫ്രണ്ട്സ് എല്ലാവർക്കും വീട്രാക്കിന്റെ പുതിയൊരു നിഫ്റ്റി അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നു പ്രൈസ് ആക്ഷൻ എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ FIDA ഡാറ്റ, അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിനും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണുന്ന ഒരു ആവശ്യം തന്നെ വരില്ല. കാരണം ഡാറ്റാ ബേസിലും അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ ബേസും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇത് 1 hour ടൈം ഫ്രെയിം ആണ്. 1 hour ടൈം ഫ്രെയിം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, മാർക്കറ്റ് മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് സപ്പോർട്ട് ഇവിടെയാണ്, അതുപോലെ തന്നെ സെക്കൻഡ് സപ്പോർട്ട്. ഓക്കെ, സെക്കൻഡ് സപ്പോർട്ട്. ഓക്കെ, ഇത് 1 hourലാണെന്ന് ഓർക്കണം, ചെറിയ ടൈം ഫ്രെയിം അല്ല. 1 hourൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സോൺ, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡ് തന്നെയാണ്. കാരണം നമ്മുടെ PCR റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ PCR റേഷ്യോ 0.7 ആണ്. 0.7 എന്ന് പറഞ്ഞാൽ ബിയറിഷ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ FI എന്താണ് പറയുന്നത്? FI ഡാറ്റ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. FI ഡാറ്റ നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, FI ഡാറ്റ നിങ്ങൾക്ക് FI ഡാറ്റ നോക്കാൻ വേണ്ടി നമ്മൾ സെൻസിബിളിന്റെ ആപ്ലിക്കേഷൻ ആണ് യൂസ്. സെൻസിബിളിൽ കയറി കഴിഞ്ഞാൽ FIDA ഡാറ്റ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, FI ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. FI പ്രോ ക്ലയന്റ് DI. ഓക്കെ, അതായത് എല്ലാവരും ഇവിടെ ബിയറിഷ് ആണ്. FI എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ബിയറിഷ് ആണ്. ഓക്കെ, DI എന്ന് പറഞ്ഞാൽ മീഡിയം ബിയറിഷ് ആണ്. ഓക്കെ, എന്നാലും ഇന്ന് DI കുറച്ച് ബൈ ചെയ്തിട്ടുണ്ട്, എന്നാൽ FI ഇന്നും സെല്ലാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ്, നാളത്തെ മാർക്കറ്റ് മേ ബി ഒരു നെഗറ്റീവ് മാർക്കറ്റ് ആയിരിക്കാനാണ് ചാൻസ് വളരെ കൂടുതൽ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നെഗറ്റീവ് അതായത് മാർക്കറ്റ് നാളെ ഫോൾ ആയി കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് വരെയാണ് ഫോൾ ആകുക. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു സ്ട്രോങ് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ തരാം. നമ്മൾ 23,500 മുകളിൽ ഉള്ളിടത്തോളം കാലം ഓക്കെ നമ്മൾ ഒരു നല്ലൊരു മാർക്കറ്റിൽ നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടാകും. കാരണം ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഒരു സപ്പോർട്ട് ലെവലാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ 1 hourലാണ്. നമുക്ക് നേരെ 15 minute ടൈം ഫ്രെയിമോട്ട് പോവാം. 15 minute പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, 1 2 3 ഓക്കെ, 2 ടൈം ഇവിടെ ഈ ഒരു ലെവലിൽ വന്ന് ടച്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ഈ ഒരു ഗ്യാപ്പ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ ഒരു ഗ്യാപ്പ്, അതായത് ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് വന്നിട്ടില്ല. ഓക്കെ, ഇനി മേ ബി അതായത് നാളെ ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഉണ്ടാക്കിയിട്ട്, അതായത് ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഓക്കെ, ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ലെവൽ 1 ഓക്കെ 2 ഈ ഒരു ലെവൽ വരെ ടച്ച് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഈ ഒരു ലെവൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് കയറിപ്പോകും. ഓക്കെ, ഇതാണ് ഈ ഒരു പാറ്റേൺ നാളെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം മാർക്കറ്റ് ഫോളോ ആയി കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിൽക്കില്ല, മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്യാനും ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഡബിൾ ബോട്ടം ഫോം ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാനുള്ള ചാൻസും ഈ ഒരു ചാൻസ് ആണ്. ഞാൻ എന്റെ അനാലിസിസ് ആണ് പറഞ്ഞത്, ഇങ്ങനെ തന്നെ മാർക്കറ്റിൽ സംഭവിക്കണം എന്നില്ല. ഓക്കെ, അത് നോക്കുക, നിങ്ങളുടെ അനാലിസിസും നിങ്ങൾ വെച്ച് നോക്കും. അപ്പോൾ 15 minute നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്ന് നമ്മളൊരു ലെവൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവലായിരുന്നു ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾക്കറിയാം സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. ഓക്കെ, ഇവിടെ ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എടുക്കുന്ന ട്രേഡ് എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ കറക്റ്റ് ലൈവായിട്ട് കറക്റ്റ് പ്രോപ്പർ ടൈം ഞാൻ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ അവിടെ കയറി ജോയിൻ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും നല്ല ഹൈ പ്രോബിലിറ്റി ട്രേഡ് മാത്രമേ ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന ട്രേഡ് പ്രോപ്പർ എൻട്രി എക്സിറ്റ്, അതായത് ഞാൻ പുതിയൊരു സർവീസ് പറയുന്നത്, അതായത് പ്രോപ്പർ എൻട്രി എക്സിറ്റ് ടാർഗറ്റിംഗ്. ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഏതെങ്കിലും ഒരു ട്രേഡ് വരുമ്പോൾ നല്ല രീതിയിൽ ഞാനൊരു പ്രോപ്പർ എൻട്രി എക്സിറ്റ് ടാർഗറ്റ് എല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ട്രേഡ് ഞാൻ സിഗ്നൽസ് തരുന്നതായിരിക്കും. അത് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് ആ ഒരു ഗ്രൂപ്പിന്. ഓക്കെ, ഞാൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാണുന്ന നമ്പറിലോട്ട് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അല്ലാതെ നിങ്ങൾക്ക് നോർമലായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അവിടെ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 month ആണ് നിങ്ങൾക്ക് ഇതിന്റെ വാലിഡിറ്റി ഉണ്ടാവുക. നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ 1:2 മുതൽ 1:4 കിട്ടുന്ന നല്ല ഹൈ പ്രോബിലിറ്റി ട്രേഡ് മാത്രമേ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇനി അനാലിസിലോട്ട് പോവാം. അതുപോലെ തന്നെ നാളെ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഒരു 15 minute ഇവിടെ നല്ലൊരു നല്ലൊരു റെഡ് ക്യാൻഡിലാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡ് എടുക്കാണ്. അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു
ബുള്ളിഷ് ക്യാൻഡിൽ വന്ന് നമുക്ക് അപ്സൈഡിലോട്ടും ട്രേഡ് എടുക്കാവുന്നതാണ്. പക്ഷേ ഡാറ്റ ഫുൾ ആയിട്ട് പറയുന്ന ഒരു ബിയറിഷ് മാർക്കറ്റ് ആണ്. നമുക്ക് നോക്കാം, നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് നോക്കാം. ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഓപ്ഷൻ ട്രേഡ് മാത്രമാണ് ചെയ്യാറ്. ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ കാര്യങ്ങളില്ല. ഓപ്ഷൻ ട്രേഡ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർ മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സപ്പോസ് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് 23,800 ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ്, അതായത് ഫസ്റ്റ് റെസിസ്റ്റൻസ്. നെക്സ്റ്റ് നമുക്ക് 23,900 വരെ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവലാണ്. ഓക്കെ, നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്ക് ഇവിടുന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരിക്കലും ഈ ഒരു സപ്പോർട്ട് നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഡാറ്റ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ വന്നു, മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ പോയി വീണ്ടും റിവേഴ്സ് വന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ലെവൽ മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു ലെവൽ വന്നു, ഇതുവരെ ഈ ഒരു ലെവൽ പോലും ടച്ച് ചെയ്തിട്ടില്ല. അപ്പം ഇവിടുത്തെ മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലെവലിന് ഓൾമോസ്റ്റ് ഈ ഒരു ബോട്ടം ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓക്കെ, പ്രോപ്പർ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ ഓപ്ഷൻ ചെയിൻ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ചെയിൻ ഓൾറെഡി നിങ്ങൾക്ക് കാണാം, NSE വെബ്സൈറ്റിൽ ഓപ്ഷൻ ചെയിൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഓപ്ഷൻ ചെയിൻ നമുക്ക് നോക്കാം. നിയർ ആയിട്ടുള്ള എവിടെയും കൂടുതൽ OIA സപ്പോർട്ട്, അതായത് പുതിയ കോൺട്രാക്റ്റുകൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ കോൺട്രാക്ട് ഒരു സൈഡും ഓപ്പൺ ആയിട്ടില്ല. ഓക്കെ, പക്ഷെ നമുക്ക് കോളോയി നോക്കിയാൽ കോളോയി ആണ് നമുക്ക് ഈ കാണാൻ പറ്റും. കോളോയി ആണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, കോളോയി കൂടിക്കഴിഞ്ഞാൽ എന്താണ് മാർക്കറ്റ് സംഭവിക്കുക? കോളോയി കൂടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആവാനുള്ള ചാൻസ് ആണ് വളരെ കൂടുതൽ. അപ്പോൾ മാർക്കറ്റ് ഡാറ്റ പറയുന്നത് നാളെ ഒരു ബിയറിഷ് ട്രെൻഡ് വരാനുള്ള ചാൻസ് ആണ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് ജസ്റ്റ് അനാലിസിസ് വീഡിയോ കാണാം. ബൈ. അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.